നിങ്ങളിത് റൂമിലേക്ക് വലിച്ചു കയറ്റി ഡോർ അടയ്ക്കുന്ന അർജുനെ കാണെ അവൾ പേടിയോടെ എന്തോ ചോദിക്കാൻ ഒരുങ്ങുമ്പോഴേക്കും അർജുൻ വാതിലിലേക്ക് അവളെ ചേർത്ത് നിർത്തി അവളിലേക്ക് അവൻ ചാഞ്ഞിരുന്നു. അർജുൻ അവളെ തന്നെ നോക്കി. പേടിയോടെ കണ്ണിറുകെ മൂടി ഒരു കൈ കൊണ്ട് നെഞ്ചിന് വിലങ്ങനെ തോളിലേക്കും പിടിച്ചിട്ടുണ്ട്. കൂടാതെ അവളുടെ ശരീരം വിറകൊള്ളുന്നതും അവൻ അറിഞ്ഞു. അർജുൻ്റെ ചുണ്ടിലൊരു പുച്ഛച്ചിരി വിരിഞ്ഞു. അവൻ അവളുടെ കയ്യിൽ നിന്ന് വിട്ട് അവളിൽ നിന്ന് അകന്നു മാറി മറ്റൊരു കയ്യിലിരുന്ന് ജ്യൂസ് ഗ്ലാസ് ചുണ്ടോടടുപ്പിച്ചു. ഭദ്ര പതിയെ കണ്ണുകൾ തുറന്നു. അർജുൻ മാറി നിൽക്കുന്നത് കണ്ടതും അവൾക്ക് കുറച്ച് ആശ്വാസം തോന്നി. നീ എന്തിനാ എവിടേക്ക് വന്നത്? അർജുൻ ജ്യൂസ് ഒരു സിപ്പ് കുടിച്ച് ഗ്ലാസ് ആയിട്ട് ടേബിളിലേക്ക് വെച്ച് തോളിൽ കിടന്ന് ടവലെടുത്ത് തല ഒന്നുകൂടി തോർത്തിക്കൊണ്ട് ചോദിച്ചു. ഞാൻ നിങ്ങളുടെ ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞില്ലല്ലോ. ഞാൻ എന്താ ചെയ്യേണ്ടത്? ആദ്യം അവൻ്റെ ചോദ്യം കേട്ട് എന്ത് പറയണമെന്നറിയാതെ ഒന്ന് പതറിയെങ്കിലും ഇനി സമയം കളയാനില്ല എന്നോർക്കെ അവൾ ധൈര്യം സംഭരിച്ച് ചോദിച്ചു. അവനൊപ്പം ഒരു അടച്ചിട്ട റൂമിൽ നിൽക്കാൻ അവൾക്ക് നന്നായി പേടി തോന്നുന്നുണ്ടായിരുന്നു. ഇതിനു മുമ്പ് ഇങ്ങനെ അവനൊപ്പം ഉണ്ടായിരുന്നത് അവന് തൻ്റെ ശരീരം വിൽക്കാൻ പോയപ്പോഴായിരുന്നുവെന്ന് കൂടിയുള്ള ചിന്ത അവളെ കൂടുതൽ ടെൻഷനാക്കി. നീ രാവിലെ ബ്രേക്ക്ഫാസ്റ്റും മെഡിസിനും കഴിക്കാഞ്ഞത് എന്താ? ചോദിച്ച ചോദ്യത്തിന് മറുപടി പ്രതീക്ഷിച്ചു നിന്നവൾക്ക് നേരെ നോക്കി അവൻ മറ്റൊരു ചോദ്യം ഉയർത്തി. ഭദ്ര അവനെ സംശയത്തോടെ നോക്കി. ചോദിച്ചത് കേട്ടില്ലേ? അർജുൻ്റെ സ്വരം കടുത്തു. ഞാനിവിടെ സമയാസമയം ഭക്ഷണവും വെള്ളവും മരുന്നും കഴിച്ച് എൻ്റെ ശരീരം മെച്ചപ്പെടുത്താൻ വന്നതല്ല. അവൻ്റെ ചോദ്യം ഇഷ്ടമാകാതെ അവൾ അവന് നേരെ ശബ്ദമുയർത്തി പറഞ്ഞു വന്നതും പെട്ടെന്ന് അവൾക്ക് പറഞ്ഞത് ഇഷ്ടമാകാതെ അർജുൻ കയ്യിലിരുന്നിട്ട് അവൾ വലിച്ചെറിഞ്ഞുകൊണ്ട് അവളുടെ നേരെ പാഞ്ഞു. അവൻ്റെ ഒരു കൈ അവളുടെ കഴുത്തിലൂടെ അവളുടെ തലമുടികൾക്കിടയിലൂടെ അവളുടെ തലയ്ക്ക് പുറകിൽ സ്ഥാനം പിടിച്ചു. മറ്റൊരു കൈ അവളുടെ ഇടുപ്പിനെ ചുറ്റി വരിഞ്ഞ് അവളെ അവനിലേക്ക് ചേർത്ത് നിർത്തി. അവൾ കണ്ണുമിഴിച്ച് അവനെ നോക്കി. ശേഷം ബോധം വന്നതുപോലെ അവനെ തള്ളി മാറ്റാൻ നോക്കുന്നത് എന്തിനാടി? നീ വന്നത് കഴിച്ചു കുടിച്ചിരിക്കാനല്ലെന്നല്ലേ നീ പറഞ്ഞത്? അപ്പോൾ പിന്നെ നീ ഇവിടേക്ക് വന്ന കാര്യം തന്നെ നടക്കട്ടെ. അവൻ ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കിയതും കണ്ടു അവൾ പകപ്പോടെ കണ്ണുമിഴിച്ച് നിൽക്കുന്നത്. ഞാൻ അവൾ എന്തോ പറയാൻ ശ്രമിച്ചെങ്കിലും അവളുടെ വാക്കുകൾ അവൻ വിഴുങ്ങി കളഞ്ഞുകൊണ്ട് അവളുടെ ചുണ്ടിലേക്ക് അവൻ ചുണ്ടുകൾ ചേർത്തു. ഭദ്രയുടെ കണ്ണുകൾ കൂടുതൽ മെഴിഞ്ഞുപോയി. അവൻ അവളുടെ ചുണ്ടുകൾ ചപ്പി വലിച്ചു. അവളുടെ ശരീരത്തിലുള്ള അവൻ്റെ കൈകൾ മുറുകി. ഭദ്ര ബോധം വന്നതുപോലെ പെട്ടെന്ന് പിടഞ്ഞുകൊണ്ട് അവരുടെ നെഞ്ചിൽ പിടിച്ച് തള്ളി മാറ്റാൻ നോക്കി. എന്നാൽ അവളെക്കൊണ്ട് സാധിച്ചില്ല. അവൾ കൈകൊണ്ട് അവൻ്റെ നെഞ്ചിലും കഴുത്തിലും തോളിലും എല്ലാം അടിച്ചു മാന്തി. അതിൻ്റെ പ്രതിഫലനം എന്ന പോലെ അവൻ്റെ പല്ലുകൾ അവളുടെ ചുണ്ടിൽ ആഴ്ന്നിറങ്ങി. കൈകൊണ്ട് അവളുടെ അരക്കെട്ട് പിടിച്ചുടച്ചു. ഭദ്രയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവൾ വീണ്ടും നിന്ന് കുതറി. വായിൽ ചോരയ്ക്കൊപ്പം കണ്ണുനീരിൻ്റെ ഉപ്പുരസവും കലർന്നു. അർജുൻ ചുണ്ടിൽ നിന്ന് പല്ല് വിട്ട് അവളുടെ ചുണ്ടിലൂടെ ഒലിച്ചിറങ്ങിയ ചോരത്തുള്ളികൾ നാവിനാലൊന്ന് ഉപ്പിയെടുത്തു. അവളിൽ നിന്ന് മുഖം വിട്ടു. പെട്ടെന്ന് അവളുടെ കൈകൾ അവൻ്റെ കവിളിൽ ശക്തമായി പതിഞ്ഞു. പ്രതീക്ഷിക്കാതെ കിട്ടിയ അടിയിൽ അവൻ്റെ മുഖം ഒന്ന് ചെരിഞ്ഞുപോയി. ഭദ്ര ഉടൻ തന്നെ അവനെ പിടിച്ച് പുറകിലേക്ക് തള്ളി. അവൻ പുറകിലേക്കൊന്ന് വേച്ചുപോയി. അവൻ അവളെ വർദ്ധിച്ച ദേഷ്യത്തിലൊന്ന് നോക്കി. അവൻ്റെ നോട്ടം കാണെ അവൾ പേടിയോടെ ഡോറിലേക്ക് കൂടുതൽ ചേർന്ന് നിന്നുപോയി. കണ്ണുകൾ ഭയത്താൽ കൂടുതൽ നിറഞ്ഞൊഴുകി. നീ എന്നെ തല്ലിയോ? വന്യമായ ഭാവത്തിൽ അവൻ അവളോട് ചോദിച്ചു. ഞാൻ പെട്ടെന്ന് എന്നെ ക്ഷമിക്കണം, അറിയാതെ. അവൾ അവന് നേരെ കൈ കൂപ്പിക്കൊണ്ട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അറിയാതെയോ? അവനൊന്ന് ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ശേഷം അവൻ അവളുടെ അടുത്തേക്ക് നടന്നു. ഭദ്ര ഭയത്തോടെ ചുറ്റുമൊന്ന് കണ്ണോടിച്ചു. പിന്നെ എന്തോ ഓർത്തതുപോലെ തിരിഞ്ഞ് വാതിൽ തുറക്കാൻ നോക്കി. എന്നാൽ അവൾ വാതിൽ തുറക്കും മുൻപ് അവൻ അവളുടെ പുറകിലൂടെ കൈ ചുറ്റി അവളെ പൊക്കി എടുത്തു. വിട് വിട് എന്നെ വിട്. ഞാൻ അറിയാതെ തല്ലിയതാ. പെട്ടെന്ന് എന്നെ ഉമ്മ വച്ചപ്പോൾ. അവൾ അവൻ്റെ കൈ വെടിയിക്കാൻ നോക്കി കരഞ്ഞുകൊണ്ട് പറഞ്ഞു കൊണ്ടിരുന്നു. അവൻ അവളെ പൊക്കിയെടുത്തുകൊണ്ട് നേരെ ബെഡിന് നേർക്ക് നടന്നു. സാറേ ഞാൻ. അവൾ തലപ്പുറകിലേക്ക് വെട്ടിച്ച് അവൻ്റെ മുഖത്തേക്ക് നോക്കാൻ ശ്രമിച്ചുകൊണ്ട് അവൾ പറഞ്ഞു വന്നതും അർജുൻ അവളെ ബെഡിലേക്ക് ഇട്ടിരുന്നു. അവൾ ബെഡിൽ ഒന്ന് താഴ്ന്നു പൊങ്ങി. ഞാൻ കിസ് വെച്ചപ്പോഴല്ലേ നീ എൻ്റെ നേരെ കൈ ഉയർത്തിയത്? അങ്ങനെയെങ്കിൽ ഞാനിപ്പോൾ വീണ്ടും നിന്നെ കിസ് ചെയ്യാൻ പോകുക. അതും ചുണ്ടിൽ മാത്രമല്ല, നിൻ്റെ ശരീരം മുഴുവനും. അന്നത്തെ രാത്രി ഓർമ്മയില്ലേ? അതുപോലെ. അവൻ ക്രൂരമായ ഒരു ചിരിയോടെ പറയുന്നത് കേട്ട് അവൾ ഞെട്ടലോടെ അവനെ നോക്കി. അവൻ പെട്ടെന്ന് ഇട്ടിരുന്ന ടീഷർട്ട് ഊരി മാറ്റി വലിച്ചെറിയുന്നത് കൂടി കണ്ടതും അവളുടെ ശരീരം വിറച്ചു. അവൾ ബെഡിൽ നിന്ന് എഴുന്നേൽക്കാൻ ഒരുങ്ങിയതും അതിന് സമ്മതിക്കാതെ അർജുൻ അവളെ ഒരിക്കൽ കൂടി ബെഡിലേക്ക് തള്ളിവിട്ട് അവളുടെ മേലേക്ക് ചാഞ്ഞു. എങ്ങോട്ടാടി എഴുന്നേറ്റ് ഓടാൻ നോക്കുന്നത്? അവൻ അവളിലേക്ക് അമർന്നുകൊണ്ട് ചോദിച്ചു. അവൾ കണ്ണ് നിറച്ച് അവനെ ദയനീയമായി നോക്കി. അത് കാണേ അവന് വീണ്ടും പുച്ഛമാണ് തോന്നിയത്. ഞാൻ കാല് പിടിക്കാം, എന്നെ വെറുതെ വിടണം. അവൾ വീണ്ടും അവന് നേരെ കൈകൂപ്പി. എന്നാൽ അവൻ പെട്ടെന്ന് തന്നെ അവളുടെ ഇരു കൈയും കൂട്ടിപ്പിടിച്ച് അവളുടെ തലയ്ക്ക് മുകളിലേക്ക് വെച്ച് പിടിച്ചുകൊണ്ട് മറ്റൊരു കൈ കൊണ്ട് അവളുടെ കഴുത്തിൽ കിടന്ന ഷാൾ വലിച്ച് നിലത്തേക്ക് എറിയുകയും ശേഷം കവളിൽ കുത്തിപ്പിടിക്കുകയും ചെയ്തു. വെറുതെ വിടാനോ? നിന്നെയോ? അവൻ മുഖം കൊട്ടി ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ശേഷം അവളുടെ മുഖത്തേക്ക് ദേഷ്യത്തോടെ നോക്കി. നിന്നെ കിസ് ചെയ്തതിന് നീ എന്നെ തല്ലുമല്ലേ?
അവൻ ചോദിച്ചുകൊണ്ട് അവളുടെ കവിൾ കൂടുതൽ അമർത്തിയതും അവളുടെ ചുണ്ടുകൾ കുറച്ച് മുകളിലേക്ക് പൊങ്ങി. അവൻ മുഖം താഴ്ത്തി ആ ചുണ്ടുകൾ കടിച്ചു നുണഞ്ഞു. അവൾ കൈകൾ അവൻ്റെ കയ്യിൽ നിന്ന് വലിച്ചെടുക്കാൻ നോക്കി. എന്നാൽ നടന്നില്ല. അവൻ അവളുടെ കീഴ്ചുണ്ടും മേൽചുണ്ടും മാറി മാറി നുണഞ്ഞു. അവളൊന്നും ചെയ്യാനാകാതെ കണ്ണീർ ഒഴുക്കി അങ്ങനെ കിടന്നുപോയി. അവൻ ചുണ്ടിൽ നിന്ന് ചുണ്ടകറ്റി അവളുടെ മുഖത്തേക്ക് നോക്കി. എന്താ, തല്ലുന്നില്ലേ? അവൻ അവളെ നോക്കി ചോദിച്ചു. അവൾ കണ്ണുകൾ ഇറുകെ മൂടിക്കളഞ്ഞു. അവൻ വാശിയോടെ മുഖം താഴ്ത്തി അവളുടെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി. അവൻ്റെ ചുണ്ടും നാവും പല്ലുകളും അവളുടെ കഴുത്തിന് ഇരുവശവും അലഞ്ഞു. ആ! അവൻ്റെ പല്ലുകൾ കഴുത്തിൽ ശക്തിയായി ആഴ്ന്നിറങ്ങിയതും അവളിൽ നിന്ന് വേദനയോടെ ഒരു സ്വരം പുറത്തേക്ക് വന്നു. അർജുൻ അവളുടെ മുഖത്തിൽ നിന്ന് കൈ പിൻവലിച്ച് ഡ്രസ്സിന് പുറത്തുകൂടെ അവളുടെ വലുത് മാറിൽ പിടുത്തമിട്ടതും അവൾ പൊട്ടിക്കരഞ്ഞുപോയി. അർജുൻ കഴുത്തിൽ നിന്ന് മുഖമുയർത്തി അവളെ നോക്കി. കണ്ണുകൾ ഇറുകെ അടച്ചിട്ടുണ്ടെങ്കിലും അടഞ്ഞ കൺപോളകൾക്കിടയിലൂടെ ധാരധാരയായി കണ്ണുനീർ ഒഴുകിയിറങ്ങുന്നുണ്ട്. മുഖമാകെ ചുമന്നിരുന്നു. അവൻ്റെ നെഞ്ചൊന്ന് പിടഞ്ഞുപോയി. അവൻ പോലും അറിയാതെ മാറിലിരുന്ന അവൻ്റെ കൈ പതിയെ ഉയർന്ന് അവളുടെ ഇടത് കവിളിൽ സ്ഥാനം പിടിച്ചു. അതും വളരെ അരുമയോടെ. ശേഷം തള്ളവിരൽ അവളുടെ കണ്ണിലൂടെ ഒഴുകിയിറങ്ങിയ കണ്ണുനീർ ഒന്ന് തുടച്ചു. അവൾ കണ്ണു തുറന്ന് അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവളുടെ ആ നോട്ടം തൻ്റെ നെഞ്ചിലെന്തോ കുത്തിയിറക്കുന്നത് പോലെ തോന്നി അവന്. അവളുടെ കണ്ണുകൾ തോർന്നില്ല. അത് വീണ്ടും നിറഞ്ഞൊഴുകിക്കൊണ്ട് തന്നെയിരുന്നു. അർജുൻ അവളുടെ കയ്യിൽ പിടിച്ചിരുന്ന കൈ വിട്ടതും അവൾ വേഗം രണ്ട് കൈകൊണ്ടും അവളുടെ മുഖം പൊത്തിക്കരഞ്ഞു. അർജുൻ പെട്ടെന്ന് അവളുടെ ദേഹത്തു നിന്ന് എഴുന്നേറ്റ് അവൾക്ക് പുറംതിരിഞ്ഞിരുന്ന് കുനിഞ്ഞ തലയിൽ രണ്ട് കൈകളും അമർത്തി. ഏറെ നേരം അവൻ ആ ഇരിപ്പ് തുടർന്നുപോയി. അവളെ ആദ്യം കിസ് ചെയ്യണമെന്ന് അവൻ കരുതിയിരുന്നതല്ല. പക്ഷേ അവൾ ദേഷ്യം പിടിപ്പിച്ചപ്പോൾ അവളിലേക്ക് ചുണ്ട് ചേർത്തതാണ്. ചുണ്ടടത്തി മാറ്റാൻ തലച്ചോറ് പറഞ്ഞപ്പോഴും അവൻ്റെ മനസ്സ് അവൻ്റെ പരിധിയിൽ നിന്നില്ല. അവളുടെ ചുണ്ടുകളെ ആവശ്യത്തോടെ നുണഞ്ഞുപോയി. എന്നാൽ അവൾ തല്ലിയപ്പോൾ വാശി കയറി. ആ ദേഷ്യത്തിനാണ് അവളെ പൂർണ്ണമായി കീഴടക്കാമെന്ന് ചിന്തിച്ചു പോയത്. ബലമായി അവളുടെ ശരീരത്തെ കീഴടക്കാൻ ശ്രമിച്ച സ്വന്തം മനസ്സിനോട് തന്നെ അവന് പുച്ഛം തോന്നിപ്പോയി. അവൻ മുടിയിൽ കൊരുത്ത് വലിച്ചു. പിന്നെ തല ചിരിച്ച് ബെഡിൽ കിടക്കുന്നവളെ നോക്കി. ഇപ്പോഴും മുഖം കുത്തി കരയുകയാണ്. അവൻ ദേഷ്യത്തോടെ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് ഡോറിന് നേർക്ക് നടന്നു. അത് തുറക്കുകയല്ല അവൻ ചെയ്തത്. പകരം അത് ശരിക്കും അടച്ച് കുറ്റിയിട്ട് അവൻ നേരെ വാഷ്റൂമിന് നേർക്ക് നടന്നു. വാഷ്റൂമിൽ കയറി കൈക്കുമ്പിളിൽ വെള്ളമെടുത്ത് അവൻ മുഖത്തേക്ക് ഒഴിച്ചു. വീണ്ടും വീണ്ടും അങ്ങനെ തന്നെ ചെയ്ത് അവൻ ഒന്ന് നിവർന്നു നിന്ന് കണ്ണാടിയിലേക്ക് നോക്കി. അവൻ്റെ മനസ്സിലൂടെ പല ചിന്തകളും കടന്നുപോയി. അതിലവളെ ചുംബിച്ചത് മുന്നിട്ട് നിന്നു. അവൻ കൈകളാൽ സ്വന്തം ചുണ്ടുകളെ ഒന്ന് തലോടി. അതേ നിമിഷം അവൾ പൊട്ടിക്കരയുന്ന ചിത്രവും അവൻ്റെ മനസ്സിലേക്ക് എത്തി. അർജുൻ ചുണ്ടിൽ നിന്ന് കൈയെടുത്ത് സിങ്കിൽ രണ്ട് കൈയും അമർത്തി കണ്ണുകൾ ഇറുകെ അടച്ചു. അല്പനേരങ്ങൾക്ക് ശേഷം അവൻ വാഷ്റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഭദ്ര വാതിലിൽ നെറ്റിമുട്ടിച്ച് നിൽക്കുകയായിരുന്നു. അവളുടെ ശരീരം വിറകൊള്ളുന്നതിലൂടെ അവളുടെ കരച്ചിൽ ഇതുവരെ നിന്നില്ല എന്നവൻ മനസ്സിലായി. അവൻ പല്ലിറമി. നിന്റെ കള്ളക്കരച്ചിൽ ഇതുവരെ നിന്നില്ലേ? അവൻ ശബ്ദമുയർത്തി ചോദിച്ചു. അവൻ്റെ ശബ്ദം കേൾക്കെ അവൾ ശ്വാസം പോലും ഇടാതെ അനങ്ങാതെ നിന്നുപോയി. എൻ്റെ നേരെ നോക്ക്. അവൻ പറയുന്നത് കേട്ട് അവൾ പേടിയോടെ കൈകൾ കൊണ്ട് വാ പൊത്തിപ്പിടിച്ച് അങ്ങനെ തന്നെ നിന്നുപോയി. നോക്കാൻ! അവൻ്റെ അലർച്ച കേട്ടതും അവൾ നടുക്കത്തോടെ അവനെ തിരിഞ്ഞു നോക്കി. അവളുടെ ഉടലാകെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. നീ ആരെ കാണിക്കാനാടി നിൻ്റെ ഈ കരച്ചിൽ നാടകം ഇവിടെ നടത്തുന്നത്? അവൻ രോഷത്തോടെ ചോദിച്ചു. അവൾ ഒന്നും മിണ്ടിയില്ല. കുറച്ചു മുൻപ് നിലത്തു നിന്നെടുത്ത ഷാൾ തോളിലോട്ട് ചുറ്റിയിട്ടിട്ടുണ്ടായിരുന്നു. അവൾ രണ്ട് കൈകൊണ്ടും കൈ കോർത്ത് കെട്ടി നെഞ്ചിന് നേരെ പിടിച്ചിട്ടുണ്ടായിരുന്നു. ശരീരം വിറ്റ് നടക്കുന്ന നീയാണോ? ഞാൻ ഒന്ന് നിൻ്റെ ശരീരത്തിൽ തൊട്ടതിന് ഇത്ര കണ്ട് അലറിക്കറിയുന്നതും വിറയ്ക്കുന്നതും? അവൻ പുച്ഛത്തിൽ ചോദിച്ചു. അവളുടെ മുഖം താഴ്ന്നു. ആദ്യമായിട്ടല്ലല്ലോ നിൻ്റെ ഈ ശരീരത്തിൽ ഞാൻ തൊടുന്നത്. ഇതിനു മുൻപ് എല്ലാ തരത്തിലും നിന്നെ ഞാൻ എടുത്തതല്ലേ? നിൻ്റെ ശരീരം മുഴുവനായി ഞാൻ കണ്ടതും അനുഭവിച്ചറിഞ്ഞതുമല്ലേ? അവൻ വീണ്ടും ചോദിച്ചു. അവൾ കണ്ണുകൾ ഇറുകെ അടച്ചു കളഞ്ഞു. അപമാനഭാരത്താൽ ശരീരം മുഴുകി ഒലിക്കുന്നത് പോലെ തോന്നി അവൾക്ക്. ഞാൻ മാത്രമല്ലല്ലോ, എനിക്ക് മുൻപും ശേഷവും പലരും അനുഭവിച്ചറിഞ്ഞിട്ടുണ്ടാകുമല്ലോ നിൻ്റെ ശരീരത്തെ. അത് പറയവേ അർജുൻ്റെ മുഷ്ടി ചുരുണ്ടു. അവളോട് വല്ലാതെ ദേഷ്യം തോന്നിയവന്. ഒപ്പം ഉള്ളിൽ എവിടെയോ ഒരു പിടച്ചിലും. അങ്ങനെയുള്ള നീ എന്തിനാ ഈ കണ്ണുനീർ നാടകം കളിക്കുന്നതെന്നാ എനിക്ക് മനസ്സിലാകാത്തത്. അവനിൽ വീണ്ടും പുച്ഛം നിറഞ്ഞു. ഇവിടെ വന്നിരിക്കുക. അവൻ നെറ്റിയൊന്ന് തടവി പല്ല് കടിച്ചുകൊണ്ട് അവളോട് ബെഡിന് നേരെ ചൂണ്ടിപ്പറഞ്ഞു. എന്നാൽ ഭദ്ര തല ഉയർത്തി നോക്കുകയോ അവിടെ നിന്ന് അനങ്ങുകയോ ചെയ്തില്ല. ഡീ! അവൻ്റെ അലർച്ചയിൽ അവൾ ഞെട്ടലോടെ തലയുയർത്തി നോക്കി. ഇവിടെ വന്നിരിക്കാൻ! അവൻ വീണ്ടും ശബ്ദമുയർത്തി ബെഡിന് നേരെ കൈ ചൂണ്ടി. അവൾ പേടിയോടെ വിറച്ച് വിറച്ച് ബെഡിനരികിലേക്ക് വന്നു നിന്നു. ഇരിക്കാൻ! അവൻ ദേഷ്യത്തോടെ ഒന്നുകൂടെ അലറിയതും അവൾ പെട്ടെന്ന് ബെഡിലേക്ക് ഇരുന്നു പോയി. ഞാൻ പറയാതെ അവിടെ നിന്ന് ഇനി അനങ്ങിപ്പോകരുത്. അർജുൻ അവളെ നോക്കി കനപ്പിച്ച് പറഞ്ഞു. കൊണ്ട് ഡ്രസ്സിംഗ് ഏരിയയിലേക്ക് പോയി. ഭദ്രയെ ഭയം കാർന്നു തിന്നു തുടങ്ങിയിരുന്നു. ശരീരം തളർന്നു പോകുന്നത് പോലെ. എവിടേക്കെങ്കിലും ഇറങ്ങി ഓടാൻ തോന്നി അവൾക്ക്. ഈ ജീവിതം തന്നെ അവസാനിപ്പിക്കാൻ തോന്നി. ലച്ചുവിൻ്റെ മുഖം പോലും ആ നിമിഷത്തിൽ അവളുടെ മനസ്സിലേക്ക് വന്നില്ല. പെട്ടെന്ന് അവളുടെ മടിയിലേക്ക് എന്തോ വന്ന് വീണതും അവൾ ഞെട്ടിപ്പോയി. അവൾ മുഖം ഉയർത്തി നോക്കിയതും കണ്ടു അവളെ നോക്കി ദേഷ്യത്തോടെ നിൽക്കുന്ന അർജുനെ. ഒരിക്കൽ ഞാൻ നിൻ്റെ വീട്ടുമുറ്റത്ത് വന്ന് നിനക്ക് നേരെ ഒരു ഓഫർ വെച്ച് നീട്ടി. എനിക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാൻ.
അതായത് എൻ്റെ വെപ്പാട്ടിയായിട്ട് ജീവിക്കാൻ നിനക്ക് സമ്മതമാണോ എന്ന് ചോദിച്ചു. എന്നാൽ അന്ന് നീ എന്നെ ആട്ടിപ്പുറത്താക്കി. ഒരുവൻ്റെ കൂടെ തന്നെ എന്നും കിടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. എന്നിട്ടോ ഞാൻ അതിനെപ്പറ്റിയൊക്കെ മറന്നു വന്ന സമയം നീ എന്നെ തേടി വന്നു. എൻ്റെ ഓഫർ ഇപ്പോഴും ഉണ്ടോ എന്ന് ചോദിച്ച്. അതിനുവേണ്ടിയാ നീ ഈ നഗരത്തിലേക്ക് വന്നതെന്നും പറഞ്ഞു. അത് കേട്ട് നിന്നെ എൻ്റെ വീട്ടിലേക്ക് ഞാൻ കെട്ടിയെടുത്തുകൊണ്ട് വന്നപ്പോൾ എഴുന്നേറ്റ് നിൽക്കാൻ ജീവനില്ലാതെ നീ കിടന്നും പോയി. എന്തൊക്കെ പറഞ്ഞാലും ഒരു പെണ്ണല്ലേ എന്നൊക്കെ കരുതി എൻ്റെ ചെരുവ് നിനക്ക് ചികിത്സ നടത്തി. എന്നിട്ടോ മരുന്നും ഭക്ഷണവും വേണ്ടാന്ന് വെച്ച് നീ തോന്നിയപടി നടക്കുകയും അത് ചോദ്യം ചെയ്തതിന് നിൻ്റെ ഒരു ഉത്തരം ഇവിടെ കഴിച്ചു കുടിച്ച് നിൽക്കാനല്ല വന്നതെന്ന് അവൻ പല്ല് കടിച്ചുകൊണ്ട് പറഞ്ഞു. നീ അല്ലെങ്കിലും ഇങ്ങോട്ട് കെട്ടിയെടുത്തത് അതിനൊന്നും അല്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാടി. ഭക്ഷണവും വെള്ളത്തിനേക്കാളും ഒക്കെ നിനക്ക് ആവശ്യം നിൻ്റെ തീർക്കുക എന്നാണല്ലോ. എങ്ങനെയും ഏതവൻ്റെ എങ്കിലും കൂടി നിനക്ക് നിൻ്റെ ആശ തീർക്കണം. അവൻ ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് മുഷ്ടി ചുരുട്ടി. അവളിൽ നിന്നൊരു തേങ്ങൽ ഉയർന്നു. ഇതാ എനിക്ക് മനസ്സിലാകാത്തത്. നിൻ്റെ ഈ തൊലിഞ്ഞ കണ്ണീര് ഇതെന്തിനു വേണ്ടിയാ? ആരെ കാണിക്കാനാണ്? അവൻ ദേഷ്യത്തിൽ ചോദിച്ചു. മിച്ചു തലയുയർത്തി അവനെ നോക്കിയില്ല. എന്നാൽ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി മടിയിലേക്ക് വീഴുന്നത് അവൻ കണ്ടു. ആ മടിയിൽ കിടക്കുന്ന പേപ്പേഴ്സ് എടുത്ത് വായിച്ചു നോക്ക്. കുറച്ചു മുൻപ് അവളുടെ നേരെ എറിഞ്ഞ കുറച്ച് പേപ്പേഴ്സ് നോക്കി അർജുൻ ദേഷ്യത്തിൽ തന്നെ പറഞ്ഞു. അവൾ കരഞ്ഞുകൊണ്ട് തന്നെ ഇരുന്നു. ഡി! അവൻ അവളുടെ അടുത്തേക്ക് പാഞ്ഞു ചെന്ന് അവൾ ഭയത്തോടെ അവനെ മിഴികൾ ഉയർത്തി നോക്കിക്കൊണ്ട് പുറകിലേക്ക് നാഞ്ഞു. കരച്ചിൽ നിർത്തടി, നിർത്താൻ! അവൻ അവൾക്ക് മുന്നിലേക്ക് വന്ന് ദേഷ്യത്തോടെ പറഞ്ഞതും അവൾ പേടിയോടെ വെപ്രാളത്തോടെ വേഗം കണ്ണു തുടച്ചു. എന്നാൽ അവ വീണ്ടും നിറഞ്ഞൊഴുകി. അവൾ വാശിയോടെ കൈകൊണ്ട് വീണ്ടും തുടച്ചു. കരച്ചിൽ നിർത്താൻ! അവൻ ഒന്നുകൂടി അലറി. അവൾ ഞെട്ടി ബെഡിൽ അല്പം കൂടി പുറകിലേക്ക് നിരങ്ങി. ശേഷം ഷാൾ കൊണ്ട് കണ്ണും മുഖവും തുടച്ചു. അപ്പോഴും അവളിൽ ചെറിയ ചെറിയ ഏങ്ങലുകൾ പുറത്തേക്ക് വന്നുകൊണ്ടിരുന്നു. ഇനി മേലാൽ എൻ്റെ മുന്നിൽ നിന്ന് കരയരുത്. കരഞ്ഞാൽ അവൻ താക്കീതോടെ അവൾക്ക് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. ഈ പേപ്പേഴ്സ് വാങ്ങി വായിച്ചു നോക്ക്. അവൻ അവളുടെ അടുത്ത് കിടന്ന പിൻ ചെയ്ത പേപ്പേഴ്സ് കയ്യിലെടുത്ത് അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു. മധുര ഭയത്തോടെ അത് വാങ്ങി. ഇംഗ്ലീഷാണെന്ന് കാണെ അവൾ അവനെ മിഴികൾ ഉയർത്തി നോക്കി. എനിക്ക് ഇംഗ്ലീഷ്, അവൾ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. അതിന് പിറകിൽ മലയാളമുണ്ട്, നോക്ക് പറഞ്ഞുകൊണ്ട് അവിടുന്ന് മാറി. അവൾ പതിയെ പേപ്പേഴ്സ് ഓരോന്ന് മറിച്ചു നോക്കി. 2 പേപ്പേഴ്സിനപ്പുറം മലയാളം കണ്ടു. അതൊരു എഗ്രിമെൻ്റ് ആണെന്ന് അവൾക്ക് മനസ്സിലായി. ഉടമസ്ഥാവകാശ ഉടമ്പടി. അവൾ അതിലെ ഹെഡിങ്ങിൽ തന്നെ മിഴികൾ പതിപ്പിച്ചു. ഓരോ സമയം ഓരോ വാക്കും പ്രവൃത്തിയല്ലേ നിനക്ക്? ആദ്യമായി നിന്നെ ഞാൻ കണ്ടപ്പോൾ നീ നിൻ്റെ ശരീരം എനിക്ക് വിൽക്കാൻ വന്നതാണ്. പിന്നെ നമ്മൾ കാണുമ്പോൾ നീ വലിയ പുണ്ണാളത്തി ചമഞ്ഞ് നിൻ്റെ തന്തയുടെ നേരെ എല്ലാ കുറ്റവും ചാർത്തുന്ന പോലെയായിരുന്നു. പിന്നെ നിന്നെ ഞാൻ കണ്ട ഓഫർ വെച്ചപ്പോഴും നീ വലിയ പുള്ളി ചമഞ്ഞ് അല്ല, ഒരാളെ മാത്രം പറ്റില്ല എന്ന് പറഞ്ഞു വിട്ടു. അത് കഴിഞ്ഞ് എന്നെ അന്വേഷിച്ച് ഇവിടേക്ക് വന്നു. എൻ്റെ ഓഫർ നിനക്ക് സ്വീകാര്യമാണെന്ന് പറഞ്ഞു. എന്നിട്ട് താണ്ടേ കുറച്ച് മുമ്പ് ഞാൻ നിന്നെ ഒന്ന് തൊട്ടപ്പോഴേക്കും നീ അലറി വിളിച്ച് കരയുന്നു. സത്യത്തിൽ നിനക്ക് എന്താ വേണ്ടത് എന്നെനിക്ക് മനസ്സിലാവുന്നില്ല, അവൻ ഈർഷ്യയോടെ പറഞ്ഞു. ഇനി എനിക്ക് നിന്നോട് കൂടുതലൊന്നും ചോദിക്കാനും പറയാനും കേൾക്കാനുമില്ല. നിൻ്റെ കയ്യിലിരിക്കുന്നത് ഒരു എഗ്രിമെൻ്റാണ്, ഒരു ഓണർഷിപ്പ് എഗ്രിമെൻറ്റ്. പ്രോപ്പർട്ടി സാധനമോ വീടോ സ്ഥലമോ ഒന്നുമല്ല, പകരം നീയാണ്, നീ എന്ന പെണ്ണ്. അവൻ പറയുന്നത് കേൾക്കെ അവളുടെ നെഞ്ചിടിപ്പ് ഉയർന്നു. എൻ്റെ ആവശ്യങ്ങൾക്കായി ഇനിയുള്ള കുറച്ചു കാലം, അതായത് ഞാൻ പറയുന്നവരെയുള്ള ഒരു കാലസമയത്ത് ഞാൻ പറയുന്നതനുസരിച്ച് എൻ്റെ കൂടെ ജീവിച്ചു കൊള്ളാമെന്ന് ഉള്ള ഒരു സമ്മതപത്രവും അതിലുണ്ട്. ആ പേപ്പേഴ്സ് നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ സൈൻ ചെയ്യാം, അതായത് ഒപ്പിടാമെന്ന്. ഞാൻ നിന്നെ ഫോഴ്സ് ചെയ്യില്ല. അത് വാങ്ങിച്ചു നോക്കിയിട്ട് നീ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ. വേണമെങ്കിൽ ഒപ്പിടാം, അല്ലെങ്കിൽ അത് വലിച്ചു കീറിക്കളയാം. എല്ലാം നിൻ്റെ ഇഷ്ടം. അവൻ അവളെ നോക്കി മാറിൽ കൈകൾ പിണച്ച് വെച്ചുകൊണ്ട് പറഞ്ഞു. അവൾ മെഴികൾ പോലും ചിമ്മാൻ അവനെ നോക്കി. പിന്നെ പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞില്ലല്ലോ, എനിക്ക് നൽകുന്ന സേവനങ്ങൾക്കുള്ള കൂലി അത് മാസാമാസം ഞാൻ നിനക്ക് തരും. അവൻ പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ പറഞ്ഞു. എത്ര രൂപ തരും? അവൾ പെട്ടെന്ന് അവനെ പ്രതീക്ഷയോടെ നോക്കിക്കൊണ്ട് ചോദിച്ചു. അവൻ പല്ലിറമി. അവളെന്തോ പറയാനൊരുങ്ങി. ശേഷം എന്തൊക്കെയോ ആലോചിച്ചു. അവളുടെ മനസ്സിൽ അപ്പോൾ ഉണ്ടായിരുന്നത് ലച്ചുവിൻ്റെ പഠനവും അവളുടെ താമസ സൗകര്യവും മറ്റുമായിരുന്നു. അവളെ പുതിയ സ്കൂളിൽ ചേർക്കുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന ചിലവുകളും അവൾ കണക്ക് കൂട്ടി. എനിക്ക് മാസം ഒരു 20,000 രൂപ തരുമോ? അവൾ ആലോചനയ്ക്ക് ശേഷം അർജുനെ നോക്കി ചോദിച്ചു. അർജുൻ അവളുടെ മുഖത്തേക്ക് തന്നെ ഉറ്റുനോക്കി. ആദ്യത്തെ തവണ എനിക്ക് മുന്നേ പൈസ തരുമോ? അവൾ വീണ്ടും എന്തോ ആലോചിച്ചതുപോലെ ചോദിച്ചു. നിനക്ക് എന്നാടി പൈസയ്ക്ക് ഇത്ര ആർത്തി? എന്തിനാ നീ ഒരു നാണവും മാനവും ഇല്ലാതെ സ്വന്തം ശരീരം വിറ്റ് ഇങ്ങനെ അവൻ അവളുടെ നേരെ 2 അടി വെച്ച് ദേഷ്യത്തിൽ പലയിറമ്മിക്കൊണ്ട് ചോദിച്ചു. ചോദ്യം പൂർത്തിയാക്കാൻ പോലും കഴിയാതെ അവൻ ദേഷ്യം കൊണ്ട് വിറച്ചിരുന്നു. അവൻ്റെ ചോദ്യം കേൾക്കി അവൾ വെറുതെ ഒന്ന് ചിരിച്ചു. സാറിന് ഒരുപാട് പൈസയുള്ളത് കൊണ്ട് ഞങ്ങളെപ്പോലുള്ളവരുടെ അവസ്ഥ മനസ്സിലാകില്ല, അവൾ പതിഞ്ഞ സ്വരത്തിൽ ഇടർച്ചയോടെ പറഞ്ഞു. സ്വന്തം ശരീരം വിൽക്കാൻ മാത്രമുള്ള എൻ്റെ അവസ്ഥയാടി. എല്ലാ പാവപ്പെട്ടവരും ഇങ്ങനെയാണോ ജീവിക്കുന്നത്? അവൻ അവളെ നോക്കി ദേഷ്യത്തിൽ ചോദിച്ചു. ഭദ്ര ഒന്നും മിണ്ടിയില്ല.
അർജുൻ പല്ലിറുമി. പേന. അല്പനേരങ്ങൾക്ക് ശേഷം അവൾ അവനെ നോക്കി ചോദിച്ചു, ഞാൻ പറഞ്ഞതനുസരിച്ച് എൻ്റെ അടിമയെപ്പോലെ നിനക്ക് ജീവിക്കേണ്ടി വരും. അതിന് സമ്മതമാണെന്നാണോ? അവളുടെ ചോദ്യം കേട്ട് അസ്വസ്ഥതയോടെ അവൻ ചോദിച്ചു. എനിക്ക് തോന്നിയതുപോലെ എല്ലാം നിന്നോട് പെരുമാറും. നിന്നെ എൻ്റെ കീഴിലിട്ട് ഞാൻ ചവിട്ടിയായിരിക്കും. അതിനെല്ലാം സമ്മതമാണെന്നാണോ? അവൾ മറുപടി പറയും മുൻപ് അവൻ വീണ്ടും ചോദിച്ചു, എൻ്റെ കൂടെ മാത്രമേ നിനക്കിനി കിടക്കുകയും നിൻ്റെ ശരീരവും പങ്കിടാൻ കഴിയൂ. ഓരോ രാത്രിയിലും ഓരോരുത്തർ നിന്ന് നിൻ്റെ ആഗ്രഹം ഒന്നും പറ്റില്ല, അവൻ വീണ്ടും പറഞ്ഞു. അവളുടെ മനസ്സിൽ അപ്പോൾ തെളിഞ്ഞത് രഘുവിൻ്റെ ചിത്രമാണ്. പഴയ പോലെ ജീവിക്കാൻ തീരുമാനിച്ചാൽ പലർക്കും മുന്നിലും കിടന്നു കൊടുക്കേണ്ടി വരുന്ന അവസ്ഥയായിരിക്കും തനിക്കും തൻ്റെ അനിയത്തിക്കുമെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. അവൾ കണ്ണടച്ച് ഒന്ന് നിശ്വസിച്ചു. ശേഷം അവനെ നോക്കി. ഞാൻ പറഞ്ഞ പൈസ സാർ തരുമെങ്കിൽ എനിക്കിത് സമ്മതമാണ് സാർ, അവൾ അവനെ നോക്കി ഉറപ്പോടെ പറഞ്ഞു.